തീർച്ചയായും അപ്രതീക്ഷിതമായാണ് ഈ പഹൽഗാം ആക്രമണം ഉണ്ടായത്. പക്ഷെ അതിന് പല പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. ഇത് ഇന്ത്യ പാകിസ്ഥാൻ മാത്രമല്ല ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ലോകക്രമത്തിൽ വരുന്ന മാറ്റങ്ങളെപ്പറ്റി ആശങ്കയുള്ള പാകിസ്ഥാൻ അവർ ശ്രമിക്കുന്നത് അവരുടെ പുതിയ ലോകക്രമത്തിൽ അവരുടെ സ്ഥാനം എന്തായിരിക്കും എന്ന് നിശ്ചയിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ചരിത്രപരമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പാകിസ്ഥാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഉദാഹരണത്തിന് 1990-കളിൽ ഇത് ശീതസമരം അവസാനിച്ചപ്പോൾ പാകിസ്ഥാൻ വളരെ ശക്തമായി കാശ്മീർ പ്രശ്നം ഐക്യരാഷ്ട്ര സംഘടനയിൽ ഉയർത്താൻ ശ്രമിച്ചു. കുറേ വർഷങ്ങൾക്ക് ശേഷം സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു റെസൊല്യൂഷൻ ഉണ്ടെന്ന് നമുക്കറിയാം. അവിടെ റെഫറൻഡം നടത്തണം എന്നുള്ളൊരു പ്രപ്പോസൽ ഉണ്ടെന്ന് പ്രചരിപ്പിക്കുകയാണ് പാകിസ്ഥാൻ ചെയ്യുക. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അപ്പോൾ ആ സമയത്തും ഇതുപോലെ വളരെ ശക്തമായി പ്രകടനങ്ങളും അതുപോലെ ഐക്യരാഷ്ട്ര സംഘടനയിലെ എല്ലാ ഭാഗങ്ങളിലും ഈ പുതിയ കാശ്മീർ പ്രശ്നം ഉയർത്തുകയൊക്കെ ചെയ്തു. പക്ഷേ അവർക്ക് അതിനുള്ള സപ്പോർട്ടൊന്നും കിട്ടാത്തതുകൊണ്ട് അത് പിന്നെ അങ്ങനെ തന്നെ അവസാനിക്കുകയായിരുന്നു. ഇപ്പോൾ അതുപോലൊരു സന്ദർഭമാണ് വന്നിരിക്കുന്നത്. കാരണം അലൈൻമെൻറ്റ്സ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് ആരുടെ സുഹൃത്ത് എന്ന് അറിയാൻ വയ്യാത്തൊരു സ്ഥിതിവിശേഷമാണ്. അമേരിക്ക റഷ്യയോട് കൂടുതൽ അടുക്കുന്നു. ചൈനയുമായുള്ള ശക്തമായ ട്രേഡ് വാർ ഉണ്ടാക്കിയിരിക്കുന്നു. റഷ്യയും ഇന്ത്യയും സുഹൃത്തുക്കളാണ്. അതേസമയം തന്നെ അമേരിക്ക റഷ്യയുമായി ചേരുകയാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏത് തരത്തിലുള്ള ഒരു പുതിയ ലോകമായിരിക്കും ഉണ്ടാകുക എന്നുള്ളതിന് ആരും തീർച്ചയില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ ശ്രമിക്കുന്നത് അവർക്ക് താല്പര്യമുള്ള തരത്തിൽ, അവർക്ക് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെയ്യാവുന്നത് ഒന്ന് ടെററിസം, ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ആളുകളെ വധിക്കുക, അതൊക്കെ അവരുടെ നേച്ചറിലുള്ളതാണ്. എല്ലാ കാലത്തും ടെററിസത്തിൽ അല്ലെങ്കിൽ ഭീകരവാദത്തിൽ അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ചർച്ചകളൊന്നും നടക്കാത്തത്. നമ്മുടെ ഇപ്പോഴത്തെ പോളിസി ഭീകരവാദമുള്ളിടത്തോളം കാലം നാം അവരോട് സംസാരിക്കുകയില്ല എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ അവർക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് ഇത് ഇൻ്റർനാഷണൽ പ്രശ്നമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെയുള്ള വലിയ ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായും ലോകം അതിനോട് പ്രതികരിക്കും. അപ്പോൾ ഈ സമയത്ത് ഇന്ത്യയോട് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു പൊസിഷനാണ് എല്ലാ വലിയ രാജ്യങ്ങളും ചെയ്യുന്നത്. ചൈനയും നമ്മളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റ് ഇന്ത്യയും ചൈനയുമായിട്ടില്ല. ഏതെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കൂടുതൽ അടുക്കുകയാണ്. ഈയിടെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു ചൈനീസ് പ്രസിഡൻറ്റ് നമ്മുടെ പ്രസിഡന്റ് അയച്ച ഒരു കമ്മ്യൂണിക്കേഷനിൽ ചൈനീസ് ഡ്രാഗണും ഇന്ത്യൻ എലിഫൻറ്റും കൂടി ടാങ്കോ ചെയ്യണം, ഡാൻസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ സഹകരിക്കണമെന്നാണ്. ഇത് സാധാരണ ഡിപ്ലോമാറ്റിക് റൈറ്റിങ്സിലൊക്കെ വരാറുള്ളതുണ്ട്. പക്ഷേ ഒരു ചൈനീസ് പ്രസിഡന്റ് ഇന്ത്യൻ പ്രസിഡന്റ് പറയുന്ന വലിയ അർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ സമാധാനപരമായി ജീവിക്കണം എന്നുള്ളൊരു മെസ്സേജാണ്. ഇതുവരെ അങ്ങനെ ആയിരുന്നില്ലല്ലോ ചൈനക്കാർ ചെയ്തിരുന്നത്. ഇതുവരെ അവർ നമ്മളെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ ഇന്ത്യയോട് അടുക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പല പ്രശ്നങ്ങളുമുണ്ട് ഇന്ത്യ ചൈന അതിർത്തികളിലൊക്കെ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മളുമായിട്ടുള്ള ബന്ധം നോർമലൈസ് ചെയ്യാനുള്ളൊരാഗ്രഹം ചൈന പ്രകടിപ്പിക്കുന്നുണ്ട്. നമുക്കത് പണ്ടേ ഉള്ളതുമാണ്. അപ്പോൾ അതുകൊണ്ട് സാധ്യതകളുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാന് ഇക്കാര്യത്തിൽ വലിയ ആശങ്ക തന്നെയാണ്. കാരണം പാകിസ്ഥാന് സഹായം കൊടുത്തിരുന്നതെല്ലാം ചൈനയായിരുന്നു. റഷ്യയുമായിട്ട് നമുക്ക് നല്ല റിലേഷൻസാണ്. പ്രസിഡന്റ് ട്രംപ് പല പ്രശ്നങ്ങളും ഉയർത്തുന്നെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ പാകിസ്ഥാനാണെങ്കിൽ അവരുടെ ഇക്കണോമിക് സിറ്റുവേഷൻ വളരെ മോശമാണ്. ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് പോലെയാണ് ആകുന്നത്. ആർമിയാണ് അവിടെ ഇപ്പോഴും ഭരിക്കുന്നത്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ അവർ ശ്രമിക്കുന്നത് ലോകത്തിൻ്റെ മുഖത്തേക്ക് ഒരു നല്ല പ്രൊജക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇന്ത്യയെ പ്രകോപിക്കാൻ നോക്കുകയാണ്. ഈ കാര്യങ്ങൾ ഇങ്ങനെ ടെററിസമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യും, അപ്പം മറ്റു രാജ്യങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കും. അങ്ങനെയൊക്കെയുള്ളൊരു ഗൂഢാലോചനയാണ് ഇവിടെ. ഇതൊരു യുദ്ധം എന്നോ അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം എന്നുള്ള തരത്തിലല്ല ഇതിനെ കാണേണ്ടത്. മാറുന്ന ലോകക്രമത്തിൽ പാകിസ്ഥാൻ എന്താണ് സ്ഥലം എന്നറിയാൻ അവർ ശ്രമിക്കുകയാണ്. ഇപ്പോൾ താലിബാനുമായിട്ട് പാകിസ്ഥാൻ വലിയ അഭിപ്രായ വ്യത്യാസമാണ്. അമേരിക്ക തിരിച്ച് അഫ്ഗാനിസ്ഥാനിൽ പോയി അവിടെ ഉണ്ടായിരുന്ന എയർപോർട്ട്
വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു. അവർ പാകിസ്ഥാനെതിരായിട്ട് താലിബാൻ കാബൂളിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സൈന്യങ്ങൾ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനൊരു മാറിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിലുള്ള അതിനുവേണ്ടിയുള്ള അവരുടെ ഡോമിനേഷനുണ്ട്, അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു ഗ്ലോബൽ ആക്ഷനാണ് അവരിപ്പോൾ നടത്തിയിരിക്കുന്നത്. നമ്മുടെ റിയാക്ഷൻ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിയാക്ഷൻ തന്നെയായിരുന്നു. പക്ഷേ ഇത് പോരാ എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഈ ഡിപ്ലോമാറ്റിക് കാര്യങ്ങളൊക്കെ എംബസിയെ തിരിച്ചയക്കുക, അല്ലെങ്കിൽ ഡിപ്ലോമാറ്റ്സിനെ മാറ്റുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് സാധാരണയാണ്. പല രാജ്യങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും. പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിലും കൂടി കടന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ഇതുകൊണ്ടൊന്നും അവരുടെ പോളിസി അവർ മാറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് കൂടുതൽ ശക്തമായ മിലിറ്ററി ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അത് ഇന്ത്യ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല, എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. ഇതും പ്രതീക്ഷിക്കേണ്ടതായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ചിരുന്നത് ഈ സമയത്ത് അത് കൊണ്ടുവരികയില്ല. ചൈനക്കാർ കോവിഡിൻ്റെ കാലത്ത് നമ്മളെ ആക്രമിച്ചില്ലേ. അപ്പോൾ അങ്ങനെ ഓരോ അവസരം നോക്കിയിട്ടാണ് ഈ രാജ്യങ്ങൾ പ്രവർത്തിക്കുക. അപ്പോൾ അതിനനുസരിച്ച് ശക്തമായി തന്നെ നമ്മൾക്ക് റിയാക്ട് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ആദ്യത്തെ പടിയായിട്ടാണ് ഈ 2-3 കാര്യങ്ങൾ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. അത് മുഴുവൻ മാത്രമല്ല, അതിൽ കൂടുതൽ ശക്തമായ നടപടികൾ നമ്മൾ എടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അന്താരാഷ്ട്ര തർക്കങ്ങൾ പണ്ട് കാശ്മീരിനെ അവർ ഉപയോഗിച്ചിരുന്നതായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഡിവൈഡ് ചെയ്യാനും, ഏഷ്യയിൽ സമാധാനം വരാതിരിക്കാനും, ചൈനയെ മാറ്റി നിർത്താനും ഒക്കെയുള്ള അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാശ്മീർ പ്രശ്നം ഇപ്പോഴും സെക്യൂരിറ്റി കൗൺസിലിലുള്ളത്. അത് ഒരു ദിവസം കൊണ്ട് മാറ്റാവുന്നതേ ഉള്ളൂ. പക്ഷേ അത് ചെയ്യാത്തത് ഈ ഗ്രേറ്റ് പവേഴ്സിനുള്ള പെർമനൻറ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്, അവർക്ക് ഇതിൽ നിന്ന് എന്ത് ഗുണം കിട്ടുമെന്നാണ് അവർ നോക്കുന്നത്. സമാധാനം പാലിക്കുക എന്നുള്ളത് മറ്റൊരു കാര്യം മാത്രമാണ്. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിലടുപ്പിച്ച് ഏഷ്യയിൽ സമാധാനം നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഒക്കെ അജണ്ട. ഇപ്പോൾ അതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ ലോകമാണ്. അപ്പോൾ അതുകൊണ്ട് പുതിയ തരത്തിലുള്ള ആക്ഷൻ എടുക്കേണ്ടി വരും. അത് ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ചെയ്യുക. നമ്മൾ തീർച്ചയായിട്ടും ഇതിന് ശക്തമായി പ്രതികരിക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല, കോൺസിക്വൻസ് എന്തായാലും. പക്ഷേ അതൊരു വലിയ യുദ്ധത്തിൽ കലാശിക്കുകയില്ല എന്ന് നമുക്കൊരു ബോധവുമുണ്ട്. കാരണം എല്ലാ രാജ്യങ്ങളും ഇന്ന് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുകയാണ് ഈ കാര്യത്തിൽ. റഷ്യ ആയാലും ചൈന ആയാലും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആയാലും എല്ലാവരും ഇന്ത്യയോട് സംസാരിക്കാൻ തയ്യാറാണ്. അതേസമയത്ത് പാകിസ്ഥാൻ ഒന്നും ആർക്കും ഓഫർ ചെയ്യാനില്ല. അവരുടെ ഇക്കോണമി തകർന്നിരിക്കുന്ന ഒരു ഫെയിൽഡ് സ്റ്റേറ്റാണ്, മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പാണ്. അങ്ങനെ സ്ഥിതിക്ക് അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു വരണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങൾ അതവർ ചെയ്യാൻ പോകുന്നത് ഇത് ഐക്യരാഷ്ട്ര സംഘടനയിൽ കൊണ്ടുപോയി ഇന്ത്യ സെക്യൂരിറ്റി കൗൺസിൽ റെസൊല്യൂഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല എന്ന തെറ്റായ ധാരണ ഇത് പരത്താനാണ് അവർ ശ്രമിക്കുന്നതെന്ന് തോന്നുന്നു. അതായിരിക്കും അവരുടെ അടുത്ത സ്റ്റെപ്പ്.